ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ അതിഥിയായിട്ട് വരുന്നത് സാറിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ശ്രീ പ്രഭാകരൻ. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ പ്രഭാകരൻ. ആകാശവാണിയിൽ കുടുംബത്തിൽ അംഗമാണ് ഞാൻ. ആ ഒരു ബന്ധമാണ്. പിന്നെ അതുകൂടാതെ പിന്നെ കുടുംബ സുഹൃത്തുക്കളായി. തൊഴിൽപരമായിട്ട് ഞങ്ങൾ വലിയ ബന്ധം ഉള്ളതല്ല. ഞാൻ വിദ്യാഭ്യാസം, സയൻസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പ്രൊഡ്യൂസറായിരുന്നു. ഞങ്ങളെല്ലാവരും KPU എന്നാണ് വിളിക്കുന്നത്. KPU എന്താ വെച്ചാൽ അത് അവിടുത്തെ ഈ തൊഴിൽപരമായ പേര്. അപ്പോൾ അതിൽ ഏറ്റവും അധികം എനിക്ക് മാനസികമായിട്ട് അടുപ്പം തോന്നിയ ഇപ്പം എൻ്റെ വളരെ ഒരു മൂത്ത സഹോദരൻ എന്നുള്ള നിലയിൽ പിന്നെ ഭാവി കാലത്ത് വളരെ ദീർഘമായ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ നിശ്വാസങ്ങളും അടുത്തറിഞ്ഞ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതി അടുത്ത കാലത്ത്. സ്നേഹപൂർവ്വം ഉദയഭാനു എന്ന ഒരു പുസ്തകം ഇറക്കി. ഇദ്ദേഹമായിട്ട് ഞാൻ ഒരു 3 മണിക്കൂർ ടേപ്പ് റെക്കോർഡിൽ സംസാരിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് അതായിരുന്നു ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ ഈ ജീവചരിത്രത്തിന്. പിന്നെ അങ്ങനെയുള്ള പുള്ളിയുടെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും അറിയാനുള്ളൊരു അവസരം ഉണ്ടായി. മലബാർ പ്രദേശങ്ങളിൽ ഒക്കെ വന്ന് പാട്ട് പാടുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. മലബാറിൽ പാട്ട് പാടുന്ന വെറുതെ ആ പൈസയുടെ റിമുണറേഷൻ വേണ്ടിയല്ല. അവിടെയുള്ള മലബാറുകാർക്കാണ് ഈ ഓൾഡ് ഈസ് ഗോൾഡ് വലിയ താല്പര്യമുള്ളത്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള പഴയ പാട്ടുകൾ മാത്രമല്ല, പിന്നെ ഓരോ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ ഇദ്ദേഹത്തെ കെട്ടിപ്പുണരുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും അധികം അതിൽ ആ വാല്യൂ. മിക്കവാറും എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാൻ അറിയാം. അത് ഈ ആകാശവാണിയിൽ തന്നെ വിദ്യാഭ്യാസ പരിപാടിയിൽ സ്ഥിരമായിട്ടൊരു 10 കൊല്ലം കമ്മ്യൂണിറ്റി സിംഗിങ്, ഇന്ത്യയിലെ എല്ലാ ഭാഷകളുടെയും പാട്ടുകൾ ഡൽഹിയിൽ നിന്ന് ഓരോ സ്റ്റേഷനിലും അയച്ചിട്ട് അത് പിന്നെ കുട്ടികളെ കൊണ്ട് പാടിക്കും. ഇപ്പോൾ ഈ കാണുന്ന ഒരുപാട് പാട്ടുകാരൊക്കെ ചിത്രയടക്കം ഈ കമ്മ്യൂണിറ്റി സിംഗിങ്ങിൽ അവിടെ പാടാൻ വന്ന കുട്ടികളാണ്. അതിൽ ബംഗാളി, ഒറിയ, കാശ്മീരി എല്ലാം ഉണ്ട്. ഒരു പ്രാവശ്യം ഈ ഒരു ബംഗാളി പാട്ട് പാടിയപ്പോഴേ പാട്ട് ശരിയായ ബംഗാളി ആണോ അത് പാടിയെന്ന് വെച്ചാൽ ISROയിൽ നിന്ന് ഒരാൾ ബംഗാളി വന്നു ഇവിടെ ഈ പാടിയ ബംഗാളിയെ അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ അത് വളരെ ഇരുന്ന് പഠിച്ച് ഓരോ ഭാഷയുടെയും ഇത് പഠിച്ചു. അതൊരു വലിയ പ്രസ്ഥാനമായിരുന്നു ആകാശവാണി കമ്മ്യൂണിറ്റി സിംഗിങ്. അതിൻ്റെ നായകൻ KPU ആയിരുന്നു. ഏതായാലും വളരെ സന്തോഷം. സാറുമായിട്ടുള്ള ഓർമ്മകളും പ്രത്യേകിച്ചും ആത്മകഥ എഴുതിയ ഒരാളെന്നുള്ള രീതിയിൽ സാറിൻ്റെ ജീവിതമായിട്ട് അത്രമാത്രം സ്നേഹപൂർവ്വം ഉദയഭാനു എന്നാണ്. അതെ അതെ അതെ. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം സാറിൻ്റെ സുഹൃത്തുക്കളും പഴയകാല ഗായകരുമായ ശ്രീ ജോയ് തോട്ടാനും ശ്രീ SA അസീമും. ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നപ്പോൾ കാലിക്കറ്റിൽ ട്രാൻസ്ഫർ ആയി. അവിടെ ഒരു കാഷ്വൽ ആർട്ടിസ്റ്റായിരുന്നു ആകാശവാണി. യാദൃച്ഛികമായിട്ടാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് സ്റ്റുഡിയോയിൽ വെച്ച് ആകാശവാണി. അന്നെനിക്ക് ആദ്യത്തെ ഇമ്പ്രഷൻ പോയത് ആരെയും പിണക്കാതെ ഒരു ഈഗോ ഇല്ലാത്തൊരു മനുഷ്യൻ. ദേഷ്യത്തിൽ നമ്മൾ വല്ലതും പറഞ്ഞാലും ചിരിക്കും. ശരി. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലൊക്കെ ചെന്ന് ഇങ്ങനെ റെക്കോർഡിങ്ങിന് പോയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ആർട്ടിസ്റ്റാണ്, കാഷ്വൽ ആർട്ടിസ്റ്റ്. രാഘവ് മാസ്റ്ററുടെ ഡയറക്ഷനാണ്. അദ്ദേഹമാണെങ്കിൽ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ ഒരു വലിയൊരു പട്ടാള ഓഫീസറെ പോലെയാണ്. അവിടെ കളിയും ചിരിയൊന്നും പാടില്ല. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ലാത്തത്. ഞാനിവിടെ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യായിരുന്നേ. അവിടെ 1965 തോന്നുന്നു അദ്ദേഹം ഇവിടെ വരുന്നു, ഞങ്ങൾ പരിചയപ്പെടുന്നു. ട്രിവാൻഡ്രത്തെ ആദ്യത്തെ മ്യൂസിക് കോൺസേർട്ടിന് അദ്ദേഹം പാടുന്നു, ഞാൻ ഹാർമോണിയം വായിക്കുന്നു, ഒരു തബലയും. ഇത് അത്രയും മാത്രമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കോൺസെർട്ട് ട്രിവാൻഡ്രത്ത്. ഓർക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ. അങ്ങനെ പിന്നീട് ധാരാളം കോൺസേർട്സിൽ ഒക്കെ പങ്കെടുത്ത് ഞങ്ങൾ ഒത്തിരി സമയം ഒന്നിച്ച് ചെലവഴിക്കുമായിരുന്നു. അപ്രശസ്തരായ ആൾക്കാരെ തഴയുക എന്നുള്ളത് പ്രസിദ്ധരായിട്ടുള്ള പല കലാകാരന്മാർക്കുള്ളൊരിതാണ്. അപ്പോൾ കൂടെ കൂടിയ സുഹൃത്തുക്കൾ ഇന്നും കൂടെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അതും വലിയൊരു കാര്യമായിട്ട് എന്നെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ ഞാൻ മ്യൂസിക്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഹാർമോണിയം വായിക്കും. പക്ഷേ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ധാരാളം കോൺസേർട്സിലേക്ക് വായിക്കാനായിട്ട്, അപ്പോൾ അങ്ങനെ ഒത്തിരി പേരായിട്ട് പരിചയപ്പെടാനായിട്ട് ഇടവരികയും അതിൽ നിന്ന് ഞാൻ ഒരുപാട് എനിക്ക് സംഗീതത്തിൻ്റെ അനുഭവം കിട്ടുകയും അങ്ങനെ ധാരാളം വളർത്തിയിട്ടുണ്ട്. ചില തമാശകളും പഴയ കഥകളും
ചില അങ്കിളിൻ്റെ തമാശകൾ എന്ന് പറഞ്ഞിട്ട് ചില തമാശകൾ പറയും. ചിരിച്ച് ഞങ്ങൾ ഇങ്ങനെ എത്രയോ നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. ചെയ്തിട്ടുണ്ട്. ഈ പല ആളുകളും ഇപ്പം തന്നെ സാറിൻ്റെ കൂടെ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ സാർ ഇങ്ങനെയാണ് അതായത് കാണിച്ചു തരും. ഇടയ്ക്കൊരു കാര്യം പറയുന്നതിന് സമയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചേട്ടൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശോഭന പരമേശ്വരൻ നായർ, അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ, പിന്നെ സ്രാങ്ക് എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ടായി. ചേട്ടനുമായിട്ടാണ് ശോഭന പരമേശ്വരൻ നായർക്ക് പെണ്ണ് കാണാനായിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ചേട്ടൻ്റെ സൗന്ദര്യം കണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതാണ് ആ കുട്ടിയാണ് പിന്നീട് ചേട്ടൻ്റെ ജീവിത സഖിയായി മാറിയത്. അത് ശരി ശരി, അത് പുതിയൊരു അറിവ് വേണ്ട അതിലും. അപ്പോൾ വേറെ തരത്തിൽ പറഞ്ഞാൽ അടിച്ചു മാറ്റി, സുഹൃത്തിൻ്റെ പെണ്ണിനെ അടിച്ചു മാറ്റി എന്ന് പറയല്ലേ. അല്ല സാർ, അദ്ദേഹത്തിന് പത്മശ്രീ എല്ലാം കിട്ടിയെങ്കിലും രാഘവ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, വാസ്തവത്തിൽ അങ്ങനെ ചെന്ന് എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സർക്കാർ ഉദ്യോഗത്തിലായത് പോയത് കൊണ്ടാണോ എന്നറിയില്ല. ഞങ്ങളെപ്പോലെയൊക്കെ സർക്കാർ ഉദ്യോഗത്തിൽ പോയാൽ പിന്നെ അവിടെ കിടന്ന് എങ്ങനെയും അടുത്ത പ്രൊമോഷനായി എങ്ങനെയും ശമ്പളം കൂടെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഒരു ശത്രുതയും തോന്നാത്ത, ഒരു വെറുപ്പോ വിദ്വേഷമോ അങ്ങനെ ഒന്നും ആരോടും തോന്നാത്തൊരു വ്യക്തി ഇത്രയും വലിയ കാലഘട്ടത്തിൽ. അതുപോലെ ദേഷ്യം ഉള്ള ഒരു മുഖഭാവം ഇന്നേ വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല.